അമൃതയെക്കുറിച്ച് ബാല ചിന്തിക്കാറേ ഇല്ലായിരുന്നു എന്നാണ് എലിസബത്തിനെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് അമൃത ഒരു പുതിയ ബന്ധത്തിലെത്തിയെന്നറിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ വേദനിച്ചതും ബാല തന്നെയാണ് എന്നാണ് എലിസബത്ത് ഓർത്ത് പറയുന്നത്. എലിസബത്ത് ഇപ്പോൾ ഓരോ കാര്യങ്ങളായി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയാണ്. തൻ്റെ യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ട് തന്നെ അതിലൂടെ എല്ലാ കാര്യങ്ങളും തനിക്ക് വ്യക്തമായി പറയാൻ സാധിക്കുന്നുവെന്നാണ് എലിസബത്ത് പറയുന്നത്. അക്കൂട്ടത്തിലാണ് എലിസബത്തിൻ്റെ ഏറ്റവും പുതിയ വാർത്തകളും തുറന്നു പറച്ചിലും വൈറലാകുന്നത്. അമൃതയെ ഞാൻ മറന്നുവെന്നും അമൃതയെ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ വ്യക്തിയും അമൃത പുതിയ ഒരു റിലേഷൻഷിപ്പിലായി എന്നറിഞ്ഞപ്പോൾ നെഞ്ചു പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടു, ഉറക്കമില്ലാതെ എഴുന്നേറ്റിരിക്കുന്നത് ഞാൻ കണ്ടു എന്നാണ് എലിസബത്ത് പറയുന്നത്. എലിസബത്തിന് തന്നെ അതാദ്യം വിഷമമുണ്ടാക്കി എന്ന് പറയുന്നു. എലിസബത്തുമായി പ്രണയത്തിലായിരിക്കുമ്പോൾ തന്നെ പൂർവ്വ കാമുകി അല്ലെങ്കിൽ ഭാര്യയുമായി ഇഷ്ടമാണെന്നും അല്ലെങ്കിൽ ഭാര്യയെക്കുറിച്ച് ഓർക്കുമ്പോൾ വിഷമമുണ്ട് എന്നൊക്കെ പറയുന്നത് അത്ര നല്ല സ്വഭാവമായി തോന്നുന്നില്ല. അത് എനിക്ക് വളരെയധികം മോശമായിട്ടാണ് തോന്നിയതെന്ന് എലിസബത്ത് പറയുന്നു. എന്നാൽ പിന്നീട് ഞാനത് മനസ്സിലാക്കി. എൻ്റെ പൊസസീവ്നെസ് ഒക്കെ മാറ്റി വെച്ചപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ ചെറിയ വിഷമമുണ്ടായിരിക്കാം. ഒരു കാലത്ത് അദ്ദേഹം സ്നേഹിച്ചൊരു വ്യക്തിയാണല്ലോ. അദ്ദേഹം മറ്റൊരു ബന്ധത്തിൽ ആകാതെ ഇരിക്കുമ്പോൾ വേറൊരാളെ ബന്ധത്തിലാകുമ്പോൾ തോന്നുന്ന സ്വാഭാവികമായ വിഷമമായിരിക്കാം. അമൃതയെ എത്ര മറന്നു എന്ന് പറഞ്ഞാലും ആദ്യമായി സ്നേഹിച്ച് ഭാര്യയാക്കി ഒരു കുഞ്ഞുമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അമൃതയ്ക്കുള്ള സ്ഥാനം വളരെ വലുതാണ്. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളായതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഈ വാർത്തകളെല്ലാം വൈറലായത് എന്ന് പറയാം. ആരാധകർക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തതും ഇതേ കാരണം കൊണ്ടാണെന്ന് പറയണം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് വാക്കുകൾ ഏറ്റെടുക്കുന്നുണ്ട്. ആരാധകർക്ക് ഇത് വലിയ ഇഷ്ടമാണ്. ആരാധകർക്ക് വളരെയധികം പ്രീതിയാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. എലിസബത്ത് പറഞ്ഞത് ശരിയാണ്. ഏതൊരു ഭാര്യയ്ക്കും അതൊരു പ്രശ്നമായി തോന്നും. ഭാര്യയല്ല, കാമുകിയായാലും. ഫേസ്ബുക്കിലൂടെയാണ് എലിസബത്തും ബാലയും പരിചയപ്പെട്ടത്. ആ സമയം മുതൽ തന്നെ ഞാൻ അമൃതയുമായി ഇപ്പോൾ യാതൊരു ബന്ധത്തിലുമല്ല എന്ന് പറഞ്ഞ ബാല അമൃത മറ്റൊരു റിലേഷൻഷിപ്പിലാണെന്നും ആ ബന്ധത്തിൽ വിവാഹം കഴിക്കാൻ പോവുകയാണെന്നും പാപ്പുവുമായിട്ടുള്ള ഒരുമിച്ചിട്ടുള്ള ജീവിതമൊക്കെ മുന്നിൽ ചിത്രങ്ങളായി പങ്കുവച്ചപ്പോൾ ബാലയ്ക്കത് വലിയ ബുദ്ധിമുട്ടായി മാറിയെന്ന് എലിസബത്ത് വെളിപ്പെടുത്തുന്നു. ഉറക്കമില്ലാതെ കരയുകയായിരുന്നു എന്നാണ് പറയുന്നത്. അത്രമാത്രം വിഷമമായിരുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എത്രയും പെട്ടെന്ന് മറ്റൊരു റിലേഷൻഷിപ്പിലാകാൻ നോക്കുകയായിരുന്നു. അങ്ങനെയാണ് എലിസബത്ത് ഇപ്പോൾ ബാലയെക്കുറിച്ച് തുറന്നു പറയുന്നത്. ഇങ്ങനെ തുറന്നു പറയുമ്പോൾ ഇത് സത്യമാണെന്നാണ് തോന്നുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു. എലിസബത്തിൻ്റെ വാക്കുകൾ തെറ്റാണെന്നോ അല്ലെങ്കിൽ എലിസബത്ത് മോശം പറഞ്ഞെന്നോ ഞങ്ങൾക്ക് തോന്നുന്നില്ല. എലിസബത്തിൻ്റെ ഭാഗത്ത് ശരിയുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആരാധകരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ എലിസബത്തിനെ കുറിച്ച് അറിയാനും ബാലയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാനും. എലിസബത്ത് ഇതുവരെ എന്തുകൊണ്ട് തുറന്നു പറഞ്ഞില്ല എന്ന് പ്രേക്ഷകർ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.